വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, A family's journey to holiness. ഉണ്ണീഷോ മാതാവും ഔസേപിതാവുമായിട്ട് ചെലവഴിച്ച് കുറച്ച് സമയമുണ്ടായിരുന്നു. 30 വയസ്സിന് മുൻപ്. അതുവരെ ആ ഒരു ടൈമിനെ പറ്റി ഇതുവരെ ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല. കാരണം ഭയങ്കര ക്ലോസ് ടു പേരൻസ് ആയിരുന്നു, വേറെ ഒന്നും തന്നെ ഇല്ലായിരുന്നു, സ്പെസിഫിക് ആയിട്ട് ഒന്നും തന്നെ പറയാനില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് മാതാപിതാക്കളുടെ, അമ്മയുടെ, മാതാവിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയിലുള്ള ഒരു മകനായിട്ട് വളർന്നു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കുഞ്ഞിന് അമ്മയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രായം, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് 2 അമ്മമാരെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, സോഫി ചേച്ചിയും ടിറ്റി ചേച്ചിയും. സോഫി ചേച്ചി വർക്ക് ചെയ്യാണ് ടെക്നോ പാർക്കിൽ, ടിറ്റി ചേച്ചി ഹോം മേക്കറാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങളുടെ വാവേനെ എങ്ങനെയാണ് നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കുഞ്ഞു വാവയായിട്ടുള്ള ആ ഒരു സമയം, ആ ഒരു ഏത് പ്രായത്തിലായിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം വാവയായിട്ട് ചെലവഴിച്ചതെന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഞ്ഞ് ഉദരത്തിൽ രൂപമായ സമയം മുതൽ നമ്മൾ അമ്മയും കുഞ്ഞും ഒരുമിച്ചാണ് എല്ലായ്പ്പോഴും തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞുവാവ് പുറത്തു വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതലായിട്ട് സമയം കൊടുക്കുക എന്നുള്ളതാണ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജോലി ചെയ്യണമെന്നൊരു ഒത്തിരി ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. ഒത്തിരി എനിക്ക് പഠിക്കുമ്പോൾ മുതൽ ജോലി ചെയ്യണം, പഠിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഫസ്റ്റ് പ്രഗ്നൻസി വന്നു. എനിക്ക് ആ സമയത്ത് ഒരു ജോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ എനിക്ക് ടീച്ചിങ്, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫഷൻ ടീച്ചിങ് ആയിരുന്നു. ടീച്ചിങ്ങിന് എനിക്ക് ജോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുവാവയെ സ്വീകരിക്കുന്നതാണ്, ആ കുഞ്ഞുവിന് വേണ്ടി സമയം കൊടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നത് കൊണ്ട് ഞാൻ ജോലിക്ക് വേണ്ട എന്ന് തീരുമാനം. പക്ഷേ ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലായി അത് ശരിക്കും ഒരു ഉചിതമായ തീരുമാനമായിരുന്നു. കാരണം എനിക്ക് കുട്ടികളെ കയ്യിൽ കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. അത് കുറച്ച് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് പഠനത്തിനും കാര്യങ്ങൾക്കുമായിട്ട് പോകും. പക്ഷേ ഇപ്പോൾ ഞാൻ കിട്ടുന്ന സമയം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് കുട്ടികളെക്കുറിച്ച് ഓർക്കാനായിട്ട്, കുട്ടികൾക്ക് ചെറിഷ് ചെയ്യാനും എനിക്ക് ചെറിഷ് ചെയ്യാനുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് നഷ്ടപ്പെട്ടു പോയേനെ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളെ സ്വീകരിക്കുന്നതിൽ വേണ്ടി ജോലി മാറ്റിവെച്ചത് ഒരിക്കലും ഒരു നഷ്ടമല്ല, ഏറ്റവും വലിയൊരു സ്വത്താണെന്നുള്ളൊരു കാര്യമാണ് ഓരോ കുഞ്ഞും എന്നെ പഠിപ്പിച്ചൊരു കാര്യം. ശരിക്കും ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ച് ഇത്ര ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് കൊച്ചിൻ്റെ കൂടെ ആ വിലയേറിയ സമയം മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് പെയിൻ ആൻഡ് എഫേർട്ട്. ഗിവിംഗ് അപ്പ് എവരിതിങ് ഫോർ ദി ചൈൽഡ്. യെസ്. ചേച്ചി വർക്കിംഗ് ആണ്. എങ്ങനെയാണ് ചേച്ചി ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത്? വാവയായിട്ടുള്ള ഒരു സമയവും അതേപോലെ വർക്കിന് കൊടുക്കേണ്ട ടൈം, ഇത് രണ്ടും ഡിഫിക്കൽട്ടാണ്. എങ്ങനെയാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞു തരാമോ? അവിടെ പരിശുദ്ധാത്മാവ് തന്ന ഒരു പ്രേരണ അനുസരിച്ച് ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കയറി വന്നു. ഞാൻ MBAക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ കൺസീവ് ചെയ്ത്, ആ സമയത്താണ് ജോലിയുമുണ്ട്, രാത്രി നൈറ്റ് ക്ലാസ്സിന് പഠിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ആഗ്രഹങ്ങളും സംഭവങ്ങളും ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ കാരണം എനിക്കങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുഞ്ഞുവാവേനെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അപ്പോൾ തൊട്ട് ഇന്നലെ എനിക്ക് 5 കുഞ്ഞുങ്ങളുണ്ടായി. ആ 5 കുഞ്ഞുങ്ങളുടെ സമയത്തും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ജോലിയുടെ ലാസ്റ്റ് ഡേ, പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ഡേ വരെ വർക്ക് ചെയ്ത് വാവയുടെ കൂടെ വർക്ക് ചെയ്ത് ആ വരുമ്പോഴുള്ള ക്ഷീണവും നമ്മുടെ തളർച്ചയും എല്ലാം ഓഫർ ചെയ്ത്, ഇതൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ ഇതെല്ലാം നമ്മൾ ഓവർകം ചെയ്യും, ഒരുമിച്ച് ഓവർകം ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞുമാവയുടെ കൂടെ തന്നെ വർക്ക് ചെയ്ത് അവരെ അങ്ങനെ ഒന്ന് ബിൽഡ് ചെയ്തുകൊണ്ട് വരാനായിട്ട് പറ്റി. ഇത്രയും അവരുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത്, അമ്മ ഒറ്റയ്ക്ക് പോകുന്നു അങ്ങനെയല്ല, പക്ഷേ വൈറലായിരിക്കുന്ന വാവയുടെ കൂടെ വർക്ക് ചെയ്ത് അവരെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാനുള്ള കൃപ തമ്പുരാൻ തന്നു. ശരിക്കും വാവ വന്നു കഴിഞ്ഞപ്പോൾ ഈ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടായിരുന്നോ? അതായത് വീട്ടുകാരുടെ സഹായവും എങ്ങനെയായിരുന്നു നിങ്ങളത് ഹാൻഡിൽ ചെയ്തത്? എനിക്ക് വീട്ടിൽ എൻ്റെ ഇൻലോസ് ഉണ്ടായിരുന്നു, എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു,
അപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ മാറി നിന്നും ഒക്കെ ഒത്തിരി നന്നായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സമയം എഫേർട്ടും ഗ്രാൻഡ് പാരൻസ് നന്നായിട്ട് കൊടുത്തു. മദറിനിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ നല്ല ടേക്ക് കെയർ ചെയ്താണ് വളർത്തിക്കൊണ്ട് വന്നത്. അതോടൊപ്പം തന്നെ ഞാനില്ലാത്ത എൻ്റെ ആബ്സെൻസിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കാര്യം പലപ്പോഴും കുഞ്ഞുങ്ങളെ നമുക്ക് ടേക്ക് കെയർ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സ്വർഗം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ട് സെൻസ് ചെയ്യാനും ഈവൻ അവർ കുറച്ചുകൂടി ഒന്ന് മെച്യൂർ ലെവലിലേക്ക് വന്ന് താഴെയുള്ള കുഞ്ഞുങ്ങളെ അവർ ടേക്ക് കെയർ ചെയ്തത് കാണാനും അവരങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതെ. ചേച്ചിയുടെ ലൈഫിൽ എങ്ങനെയാണ്? എൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ എനിക്ക് അനുവദിച്ച് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് സിസ്റ്റംസിനെയൊക്കെ എന്നിൽ നിന്ന് എടുത്തു മാറ്റായിരുന്നു. ഓരോ പ്രഗ്നൻസിയും ഓരോ ഡെലിവറിയും കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ശരിക്കും ഒരു സെർവൻറ്റിനെ പോലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സെർവൻറ്റിനെ കിട്ടുന്നില്ലെങ്കിലും പക്ഷേ എനിക്ക് കർത്താവ് ഭയങ്കരമായിട്ട് ആരോഗ്യം തന്നു. ഓരോ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ വീട്ടിലെല്ലാ ജോലിയും ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ ജോലിയും A to Z ജോലി, വാഷിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈശോ ആ ഒരു സാഹചര്യത്തിലൂടെ എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയിൽ കൂടുതൽ ഡിപ്പെൻഡൻസി എനിക്ക് വന്നു. ഓരോ കുഞ്ഞ് വരുമ്പോഴും ഓരോ കുഞ്ഞിൻ്റെ ഡെലിവറി ടൈമിലൂടെ കടന്നു പോയി കഴിയുമ്പോഴും ആ കുഞ്ഞിനെ കൂടുതലായിട്ട് ഈശോയിലേക്ക് അടുപ്പിക്കാനും അതേസമയം തന്നെ ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ അടുത്ത ലെവലിലോട്ട് വളരാനായിട്ട് ഓരോ കുഞ്ഞിലൂടെയും എനിക്ക് സാധിച്ചത് അടുത്ത ലെവൽ ഓഫ് റിലേഷൻഷിപ്പിലോട്ടാണ്. ഓരോ കുഞ്ഞ് വരുമ്പോഴും ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യത്തിലോട്ട് വളരുമായിരുന്നു. ശരിക്കും ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലോട്ട് എന്നെ കടത്തിവിടാൻ ചെയ്തത്. അതിനുവേണ്ടി കർത്താവ് ഒരു ശരിക്കും ആ സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു സെക്യൂർ സോണിലായിരുന്നു തന്നെ. പക്ഷേ സപ്പോർട്ട് സിസ്റ്റംസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഓരോ കാര്യത്തിനും ഈശോനെ ഡിപ്പെൻഡ് ചെയ്യണം. ഈശോയെ എനിക്കിത് നടക്കണം, എനിക്ക് ഈ കാര്യങ്ങൾ പോകുന്നില്ല. അതേസമയം എല്ലാ ദിവസവും ഞാൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും ഈ ഒരു വയറ് വെച്ച് 9 മാസവും ഈ ഒരു വയറ് വെച്ചിട്ട് കുട്ടികളെ കുറച്ച് ദൂരെ കൊണ്ടുപോയിട്ട് വേണം ബസ് കയറ്റി വിടാനായിട്ട്. അപ്പോൾ ഈ 9 മാസവും ഡെലിവറി വരെയും ഞാൻ തന്നെയാണ് കുട്ടികളെ ബസ് കയറ്റാൻ, ഇവരുടെ ലഗേജും ബാക്കിയുള്ള കുട്ടികളെയും. എനിക്ക് കുട്ടികളെ ഒന്നും ഒരു സ്ഥലത്ത് മേൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. എവിടെ പോകുവാണെങ്കിലും എൻ്റെ കൂടെ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ അവിടെയെല്ലാം സ്വർഗത്തിൻ്റെ ഒരു സഹായം എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞിലൂടെയും സ്വർഗത്തിൻ്റെ സഹായം എങ്ങനെ കൂട്ടുപിടിക്കാം, സ്വർഗത്തെ എങ്ങനെ കൂട്ടുപിടിക്കാം. എനിക്കാകെ 2 കണ്ണുകളേ ഉള്ളൂ. ഇത് വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും എനിക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഞാൻ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിശുദ്ധരെയായിട്ട് കൂട്ടുപിടിക്കും. ഓരോ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴും ആ കുഞ്ഞിന് ഒരു വിശുദ്ധനെ കൊടുക്കും. ഒരു വിശുദ്ധയുടെ ഇൻചാർജായിട്ട് ഞാൻ കൊടുക്കും. അപ്പോൾ ഈ വിശുദ്ധരുടെ ഡ്യൂട്ടിയാണ് ആ കുട്ടിയെ നോക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ 5 പേരുടെയും കാര്യങ്ങളിലേക്ക് എനിക്ക് 5 കുട്ടികൾ ഇനിയുള്ളത്. ആ 5 കുട്ടികളുടെയും 5 കുട്ടികൾക്കും ഓരോ വിശുദ്ധരെ കൊടുത്തിരിക്കുകയാണ്. ചിലർക്ക് 2 വിശുദ്ധരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ക്യാരക്ടർ ആ ഒരു വിശുദ്ധയാണ് ശരിക്കും സഹായിക്കുന്നത് ഇവരെ വിശുദ്ധിയിൽ വളർത്താനായിട്ടും ഇവരുടെ ഓരോ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഒത്തിരി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരാൻ തുടങ്ങി. അത് മാത്രമല്ല അവരറിയാണ്ട് തന്നെ ഈശോയിലോട്ട് അറിയാണ്ട് തന്നെ ഈ വിശുദ്ധരെ ചായച്ചു കൊടുത്തു. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ. അപ്പോൾ സ്വർഗത്തിൻ്റെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളും സപ്പോർട്ട് സിസ്റ്റം എനിക്കില്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എല്ലാവരെക്കാളും മികച്ച സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. സ്വർഗമായിരുന്നു എൻ്റെ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ കുഞ്ഞിലേ മുതൽ സങ്കീർത്തനങ്ങൾ കാണാപ്പാഠം പഠിക്കാനായിട്ട് അവരറിയാണ്ട് തന്നെ ആ ഒരു സങ്കീർത്തനങ്ങൾ കാരണം ഓരോ കുഞ്ഞ് വരുമ്പോഴും ഈശോ എന്നെ ഓരോരോ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് ഈശോ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 5ാമത്തെ കുട്ടി വരുന്ന സമയത്ത് ഈശോ എന്നെ നയിച്ചത് ബ്രദർ തോമസ് പോളിൻ്റെ സങ്കീർത്തന ധ്യാനത്തിലൂടെയായിരുന്നു നയിച്ചത്. അപ്പോൾ ആ ഓരോ സങ്കീർത്തനവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കീർത്തന ധ്യാനത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈശോ എനിക്ക് തന്നൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും വീട്ടിലത് പ്ലേ ചെയ്യും. എനിക്ക് ഇരുന്ന് കേൾക്കാനായിട്ടുള്ള സമയമൊന്നുമില്ല. അപ്പം ചിലപ്പോൾ ആ സങ്കീർത്തന ധ്യാനത്തിലെ ടോക്സ് എനിക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ സെയിം വീഡിയോസ് തന്നെ പ്ലേ ചെയ്യും. ഓരോ പ്രാവശ്യം പ്ലേ ചെയ്യുമ്പോഴും കുട്ടികൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമിരുന്ന് കുട്ടികളെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ കളികളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കലി ആ സങ്കീർത്തനങ്ങൾ അവർക്ക് ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ സങ്കീർത്തനങ്ങൾ ഓരോന്നും പദ്യരൂപത്തിൽ അവർക്കിപ്പോൾ അറിയാം. ഞാനിപ്പോൾ ഏതൊക്കെ സങ്കീർത്തനത്തിനെ കുറിച്ചുള്ള ടോക്സ് കേട്ടിട്ടുണ്ടോ അപ്പോൾ അതെല്ലാം അവർക്കിപ്പോൾ അറിയാം. അപ്പോൾ നമ്മൾക്കൊരു ജീവിതത്തിലൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ജീവിതത്തിലൊരു പെട്ടെന്ന് അവരുടെ മനസ്സിലും ആ സങ്കീർത്തനം പോപ്പപ്പ് ചെയ്യും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ സഹായത്താൽ എനിക്ക് ഈ സപ്പോർട്ട് സിസ്റ്റം എല്ലാം തന്നെ പോസിറ്റീവാക്കി മാറ്റുക ചെയ്തത്. ശരിക്കും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലേ? ഈശോ ദൈവം കറക്റ്റായിട്ട് ആവശ്യമുള്ള രീതിയിൽ ദൈവം ഒരാളുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളതാണ് ഇവരുടെ കണ്ടത്.
ഇവിടെ ഒരാൾക്ക് സപ്പോർട്ട് സിസ്റ്റം ആവശ്യം, ഇവിടെ ഒരാൾക്ക് ആവശ്യമില്ല. എല്ലാം കറക്റ്റായിട്ട് ദൈവം തന്നെ പരിപാലിച്ച് കൊണ്ട് നടത്തുന്ന ഒരു ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? വളരെ കുറച്ച് സമയമേ കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുള്ളൂ. പക്ഷേ ആ കിട്ടുന്ന ടൈം വാല്യൂ ടൈം, അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈമായിട്ട് സ്പെൻഡ് ചെയ്യുക. അവരുടെ ലെവലിലോട്ട് ഇറങ്ങി വന്ന ചിലപ്പം ഞാൻ ഇളയ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലൊരാഗ്രഹം തോന്നി, ഉൽപ്പത്തി പുസ്തകം കുഞ്ഞിന് വായിച്ചു കൊടുക്കണം. അപ്പോൾ 1 വയസ്സുള്ള കുഞ്ഞിന് ഞാൻ ആക്ഷൻസും സിംഹം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവളുടെ ഭാഷയിൽ ഞാൻ അങ്ങ് ആക്ട് ഔട്ട് ചെയ്യും. 2-3 ദിവസമേ നടന്നുള്ളൂ എങ്കിലും പക്ഷേ അത് അവളുടെ ലാംഗ്വേജിൽ പറയാൻ ഈശോ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ദണ്ഡവിമോചനത്തിൻ്റെ ദിവസം എനിക്ക് ഒരു കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ കുർബാന സ്വീകരിച്ചിട്ട് വന്നിട്ട് ഞാൻ മോനോട് പറഞ്ഞു, 10 വയസ്സുള്ള കുഞ്ഞിനോട് പറഞ്ഞു, നീ അമ്മയുടെ നെഞ്ചിൽ തൊട്ട് ഈശോ ഉണ്ട് അമ്മയുടെ നെഞ്ചിൽ, നീ ദണ്ഡവിമോചനം എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് തിരിച്ച് മറുപടി പറഞ്ഞു, അമ്മേ ഞാൻ ട്യൂഷന് പോയപ്പോൾ എനിക്ക് അറിയാമായിരുന്നു എനിക്കിന്ന് പള്ളിയിൽ പോകാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ചെന്ന് മാതാവിനെ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന് ദണ്ഡവിമോചനം തരണം എന്ന് പറഞ്ഞ് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ദണ്ഡവിമോചനത്തിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലിയെന്ന് പറഞ്ഞു. ഇതൊരിക്കലും ഞാൻ അവന് പറഞ്ഞു കൊടുത്ത് കിട്ടിയതല്ല, ദൈവം തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അതുപോലെ തന്നെ മൂത്ത മകൻ ഓൾട്ടറിൽ കയറുമ്പോൾ, എല്ലാ ദിവസവും ഓൾട്ടറിൽ കയറുമ്പോൾ അവൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയാണ്, അമ്മ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അമ്മ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ഈശോയെ അതെല്ലാം ഞാൻ അൾത്താരയിൽ സമർപ്പിക്കുന്നു എന്ന് അവൻ പറഞ്ഞ്. ഇത് കുഞ്ഞുങ്ങൾ വളർന്നു വന്നത് സ്വർഗം തന്നെ വളർത്തിയതിൻ്റെ, നമ്മളല്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഈശോയാണ്, സ്വർഗമാണ്, അമ്മയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. നമ്മുടെ ഒരു മെച്ചവും കൊണ്ടല്ല കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്, ദൈവമാണ് അത് ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ശരിക്കും 2 എക്സ്പീരിയൻസസ് നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത്. ഇതിനെക്കുറിച്ച് ഡോക്ടർ സുമ ടോജൻ്റെ മീനുടെയും കൂടെ ഉണ്ട്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഹലോ മനു. ഹലോ എൽറിയ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സുമ ജിൽസൺ ആണ്, പീഡിയാട്രീഷ്യനാണ്, എറണാകുളത്ത് താമസിക്കുന്നു, 6 മക്കൾ. അപ്പം ഡോക്ടറെ വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. ഡോക്ടറെ, ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം മാതാപിതാക്കളുടെ സാന്നിധ്യം ഏത് പ്രായത്തിലാണ് കുട്ടികൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്? ഒരു കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥ മുതൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രസൻസ് ഉണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. കാരണം കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ആ അവസരം മുതൽ അച്ഛനും അമ്മയ്ക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ ജനനത്തിലേക്ക് തയ്യാറെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. രണ്ടുപേരുടെയും പ്രാർത്ഥന കൊണ്ട് ജനിക്കുന്ന കുഞ്ഞ് അവരുടെ രണ്ടുപേരുടെ സാമീപ്യത്തിൽ വളരുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അപൂർവം ചില അവസരങ്ങളിൽ ചിലപ്പോൾ ഭർത്താവ് ദൂരെയായിരിക്കാം, വിദേശങ്ങളിലായിരിക്കാം. അപ്പോൾ കുഞ്ഞിനെ ഒരുമിച്ച് ശാരീരികമായിട്ട് അവർക്ക് ആ പ്രസൻസ് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കുഞ്ഞ് കുറച്ച് മുതിർന്നു കഴിഞ്ഞ ശേഷം കൊച്ചിനെ വീഡിയോ കോളിൽ കൂടി അച്ഛനെ പരിചയപ്പെടുത്താനും അച്ഛൻ്റെ സ്വരം കേൾക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കും. അപ്പം കുഞ്ഞിന് കഴിവതും അച്ഛനും അമ്മയും ഒന്നിച്ചുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്ക് ചില അവസരങ്ങളിൽ ചില നേഴ്സുമാരായിട്ടുള്ള അമ്മമാർക്ക് ചിലപ്പോൾ 4-5 മാസം അല്ലെ 2 മാസമൊക്കെ കഴിയുമ്പോൾ ലീവ് തീരുന്നു, വിദേശങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലും എനിക്കറിയാവുന്ന പരിചയമുള്ള കുറച്ച് നഴ്സസ് അവർ കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടി തൽക്കാലം ജോലി റിസൈൻ ചെയ്ത് 1 വർഷം വരെ കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും പോയി ജോലിയിലേക്ക് കയറുന്ന ആ സാഹചര്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് കാലത്തേക്ക് ശമ്പളം ലഭിക്കില്ല. പക്ഷേ ആ നഷ്ടങ്ങൾ കുഞ്ഞിൻ്റെ മഹത്വത്തിനായിട്ട് അല്ലെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കായിട്ട് ത്യജിക്കാൻ സാധിക്കുന്ന ത്യാഗസമ്പന്നരായ അമ്മമാരുടെ ആ ദൈവവിശ്വാസമാണ് എന്നെ കൂടുതൽ പ്രചോദിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കും. പക്ഷെ അവർ പ്രാർത്ഥനയിൽ ശരണപ്പെടുന്നു. പിന്നെ അവർ തിരിച്ചു ചെല്ലുമ്പോൾ ദൈവം തന്നെ മനോഹരമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ഉടനെ ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെയും അവരുടെ ഭർത്താവിന് ഒരു പ്രമോഷനോ ജോലിയിലൊരു ഇൻക്രിമെൻറ്റോ ഒക്കെ കിട്ടി അമ്മ ജോലിക്ക് പോകുന്നതിനേക്കാളും നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കാനായിട്ട് ദൈവം ചിലപ്പോൾ അവരെ അനുഗ്രഹിക്കാറുണ്ട്. മറ്റൊരു രീതിയിൽ അവരെ അനുഗ്രഹിക്കും. പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ വഴികൾ നമ്മൾക്ക് നേരത്തെ നിശ്ചയിച്ച് ഊഹിച്ച് അതനുസരിച്ച് തമ്പുരാൻ പ്രവർത്തിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ തമ്പുരാൻ്റെ അടുത്തേക്ക് കുഞ്ഞിൻ്റെ ഭാവി, കുഞ്ഞിൻ്റെ ആ വളർച്ചയൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം മനോഹരമായിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇടപെടും. അച്ഛൻ്റെയും അമ്മയുടെയും ദൈവവിശ്വാസമാണ് അതിലേറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളൊരു കഴിവതും ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക അല്ലേ, ഒരുമിച്ച് ആയിരിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത്. എനിക്കറിയാവുന്ന ചില വിദേശത്തുള്ള നഴ്സുമാർ അവർ ആഴ്ചയിൽ 2 ദിവസം മാത്രം നൈറ്റ് മാത്രം എടുത്ത് ബാക്കി ദിവസങ്ങളിൽ കുഞ്ഞിൻ്റെ കൂട്ടത്തിലായിരിക്കും. അപ്പോൾ ബാക്കി 5 ദിവസത്തെ സാലറി വേണ്ട എന്ന് വെച്ച് 2 ദിവസം മാത്രം വർക്ക് ചെയ്ത്
ആ കുഞ്ഞിൻ്റെ കൂട്ടത്തിലായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അച്ഛൻ ആ 2 ദിവസങ്ങളിൽ ഓഫായിരിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടായിരിക്കുന്ന അവസ്ഥ, രണ്ടുപേരും കൂടി സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ മനോഹരമായിട്ട് വളർത്താൻ സാധിക്കും. വിദേശത്താണെങ്കിലുള്ള പേരൻസ് പോലും ആരുടെയെങ്കിലും പ്രസൻസ് എപ്പോഴും കുഞ്ഞിൻ്റെ ഒപ്പം ആയിരിക്കാനായിട്ട് പല ദമ്പതികളും ഇന്ന് ധാരാളം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമതൊരു കുഞ്ഞ് ഉടനെ ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ ഈ കെയർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നോക്കുന്നതിൽ ഒരു പക്ഷേ കൂടുതൽ രണ്ടാമതുണ്ടായ കുഞ്ഞിന് ആയിരിക്കില്ലേ, ആദ്യം ഉണ്ടായ കുഞ്ഞിന് കുറച്ച് അത് നമ്മൾ ആദ്യത്തെ ഗർഭാവസ്ഥയിൽ പെൺകുട്ടികളെല്ലാം വളരെ ടെൻസ്ഡ് ആയിരിക്കും. അവർ ഒരു കാര്യം ചെയ്യില്ല, അനങ്ങാതെ നടക്കും, വളരെ പേരൻസും ഭയങ്കര കെയർഫുള്ളാവും. പക്ഷേ ഈ പെൺകുട്ടി തന്നെ 5 മാസം ഉള്ളൊരു കുഞ്ഞു 5 മാസമായപ്പോൾ അവൾ ഗർഭിണിയായെന്ന് കരുതുക. അപ്പോൾ ഈ സ്ത്രീക്ക് ഛർദി വരുന്നു, മോർണിംഗ് സിക്നസ് വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു. എങ്കിൽ പോലും ഇവൾ ഈ 5-6 മാസമുള്ള കുഞ്ഞിനെ കെയർ ചെയ്യും. വൊമിറ്റിംഗ് ഉണ്ടെങ്കിലും കുഞ്ഞിനെ നോക്കുന്നതായിട്ട് കാണാറുണ്ട്. കാരണം ഒരു കുട്ടിയെ കയ്യിൽ സ്വീകരിച്ച ശേഷം മിക്കവാറും പെൺകുട്ടികൾ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ആ കുഞ്ഞിനെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ സ്നേഹിക്കും, കയ്യിലുള്ള കുഞ്ഞിനെയും ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ അതേപോലെ സ്നേഹിച്ച് വളർത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആ അമ്മമാർ അവരുടെ ത്യാഗം ഒക്കെ അവരെ ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ മറക്കുന്നതായിട്ടൊരവസ്ഥയാണ് കാണുന്നത്. അതിനനുസരിച്ച് കൂടുതൽ അനുഗ്രഹിക്കും. ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എങ്ങനെയായിരുന്നു ആ ഒരു കെയറിങ് അവർക്ക് കൊടുത്തിരുന്നത്? എൻ്റെ മൂത്ത മകൻ 1.5 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടാമത് ഗർഭിണിയായത്. ഈ രണ്ടാമത്തെ കുട്ടിക്കും 1.5 വയസ്സായപ്പോൾ മൂന്നാമത്തെ ഗർഭാവസ്ഥ വന്നു. എന്നാൽ 3ഉം 4ഉം തമ്മിലുള്ള മക്കൾ തമ്മിൽ 9 മാസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നല്ല ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തമ്പുരാൻ അനുഗ്രഹിച്ച് ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാനായിട്ട് ഒരിക്കലും ഇടയായില്ല. ഈ 4ാമത്തെ കുഞ്ഞുണ്ടായി 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഗർഭിണിയായി. പക്ഷേ കുട്ടികൾ തമ്മിലുള്ള ഗ്യാപ്പ് 1.5 വർഷം അല്ലെ 2.25 വർഷം അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എങ്കിൽ പോലും മൂത്ത കുഞ്ഞുങ്ങളും ഇളയ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു കെയറും കൂടുതലായിട്ടും ഇളയ കുഞ്ഞുങ്ങൾക്ക് കിട്ടി. ഇപ്പം എനിക്ക് എല്ലാ മക്കളെയും ഒരേപോലെ നോക്കാനായിട്ട് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ കുറവ് തമ്പുരാൻ തന്നെയാണ് നികത്തിയിരുന്നത്. അങ്ങനെ 5 മക്കളെ കിട്ടി. അതിനുശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് 6ാമതൊരു കുഞ്ഞിനെ കിട്ടിയത്. ഈ 6ാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ മൂത്ത മക്കൾക്കെല്ലാം വളരെ സന്തോഷം. അവരെല്ലാവരും ഈ കുഞ്ഞിൻ്റെ ചുറ്റുമുണ്ട്. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ മൂത്ത കുട്ടികൾക്ക് എല്ലാ കെയറും എപ്പോഴും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും പല സിബ്ലിങ്സ് വീട്ടിൽ പല കുട്ടികളുള്ളതുകൊണ്ട് അവരിൽ കൂടി നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ആ സ്നേഹം, ആ കെയറൊക്കെ അത് തമ്പുരാൻ നികത്തും. നമ്മൾ ഒറ്റക്കുട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയില്ല. തീർച്ചയായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് തന്നെ മൊത്തം കെയറും കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടി മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായും കൂടുതൽ കുട്ടികളുണ്ടാകുമ്പോൾ കൂടുതൽ കെയർ ദൈവം തന്നെ അവരിലൂടെ വർഷിക്കുന്നുണ്ട്. ഞാനൊരു പീഡിയാട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം ഈ ഒറ്റക്കുഞ്ഞിന് രോഗമായിട്ട് വരുന്ന അവസ്ഥ. പേരൻസ് എന്തുമാത്രം വറീഡാണ്. ഈ കുഞ്ഞും പല കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യില്ല. കുഞ്ഞിൻ്റെ ഫുഡ്, ബാക്കി സൗകര്യങ്ങൾ, ഇതൊക്കെ കുഞ്ഞ് വളരെ സ്വാർത്ഥമതിയായിരിക്കും. എന്നാൽ വലിയൊരു കുടുംബത്തിലെ കുട്ടിക്ക് ഒരു രോഗം വന്നാൽ ആ രോഗം പെട്ടെന്ന് മാറുന്നത്, പിന്നെ പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്യാൻ എളുപ്പവും വലിയൊരു കുടുംബത്തിലെ കുഞ്ഞിനെയാണ്. പിന്നെ ആ കുട്ടികൾക്ക് ക്യൂർ, അവരുടെ രോഗം പെട്ടെന്ന് മാറുന്നത് പൊതുവേ കാണുന്നത് വലിയ കുടുംബങ്ങളിലാണ്. പേരൻസിൻ്റെ ടെൻഷൻ കുറയുന്നതനുസരിച്ച് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും പോസിറ്റീവായിട്ട് ഒത്തിരി എനർജി ലഭിക്കും. ഇനി ഒരു വലിയ കുടുംബത്തിലെ പല കുട്ടികൾക്കും ഒരേ സമയത്ത് അസുഖം വന്നാൽ പോലും ആ അമ്മമാർ ആ ബുദ്ധിമുട്ടുകളെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് സ്വീകരിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു 8 മക്കളുള്ളൊരു ജസ്ലിൻ ജോ ദമ്പതികൾ താമസിക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക് പലർക്കും ഒരേ സമയത്ത് വയറുവേദനയൊക്കെ ആയിട്ട് പലപ്പോഴും ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ അമ്മ വളരെ സമചിത്തതയോടെ ദൈവസ്നേഹത്തിൽ ആശ്രയിച്ച് ഈ അസുഖമുള്ള കുഞ്ഞുങ്ങളെയും അല്ലാത്ത കുഞ്ഞുങ്ങളെയും കെയർ ചെയ്യാനായിട്ട് ഒരേ സമയത്ത് സാധിക്കുന്നത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം തമ്പുരാനാണ് എന്ത് ക്രൈസിസ് വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള കൃപ കൊടുക്കുന്നതെന്ന് നമ്മളെ പല ദമ്പതികളും അവരുടെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പം ഇതെല്ലാം പ്രേക്ഷകർക്ക് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. സോ ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു തോജൻ ആൻഡ് മീനു. പിന്നെ കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് കിട്ടാനായിട്ട് നമുക്ക് അച്ഛനിലേക്ക് പോവാം. സോ ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സംസാരം മുഴുവൻ കഴിഞ്ഞു പോയത്, എനിക്ക് മുമ്പേ വന്ന അമ്മമാരൊക്കെ സംസാരിച്ചതെല്ലാം ഒരു കുഞ്ഞിന് ഒരു അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ഏറ്റവും അത്യാവശ്യം വേണ്ട സമയം.
അത് ആദ്യമേ തന്നെ ഒന്ന് പറയാം, ഒരു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് ഏത് അവസ്ഥയിലായാലും, അത് ഏറ്റവും പൊടിക്കുഞ്ഞു മുതൽ എത്ര വലുതായാലും കല്യാണം കഴിഞ്ഞാലും എല്ലാം അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടമായ കാര്യം തന്നെയാണ്. അമ്മയുടെ റോള് അത്രയും ഹൈ ആണ് ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു അമ്മയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അമ്മയുടെ സാന്നിധ്യം കൊടുക്കേണ്ട സമയം എന്നുള്ളത് ആദ്യത്തെ ഒരു 3 വയസ്സ് വരെയാണ്. നമുക്ക് പറയാം അത് ഒരു ഡെവലപ്മെൻറ്റ് സൈക്കോളജിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇയർ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പിരിച്വൽ ടൈമിൽ പറയുകയാണെങ്കിൽ ഇതൊരു നമുക്ക് ഉദരത്തിലുള്ള സമയം വൂം ക്യാറ്റ്, അതിനുശേഷം പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ലാപ്പ് ക്യാറ്റ്. ക്യാറ്റ് മീൻസ് കാറ്റക്കിസം. ഒരു അമ്മ ഫെയ്ത്ത് ഫോർമേഷൻ കൊടുക്കേണ്ട ഏറ്റവും കൂടുതൽ സാന്നിധ്യം കൊടുക്കേണ്ട സമയം ആദ്യത്തെ 3 വർഷം, ഫൗണ്ടേഷൻ ഇയേഴ്സ്. ആ സമയത്താണ് കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി മുഴുവൻ ഫോം ആവുന്നത്, ഇൻ്റലക്ച്വൽ ഫോർമേഷൻസ് ഒക്കെ നടക്കുന്നത്, കൊച്ചി ലോകത്തെ അറിയുന്നത്. അതുകൊണ്ടാണ് അമ്മ ഏറ്റവും കൂടുതൽ സാന്നിധ്യം കൊടുക്കേണ്ട സമയം അതാണെന്ന് പറയുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഈ ഒരു പ്രായത്തെപ്പറ്റി പറയുന്നത്, ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ മെഴുക് പോലാണെന്നാണ്. അതുകൊണ്ട് തന്നെ എന്തും ആ കുഞ്ഞിലേക്ക് ഇംപ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അത് കറക്റ്റാണ്. അമ്മ കൊടുക്കുന്നതാണല്ലോ കൊച്ചിൻ്റെ ലോകം. കൊച്ചിനെ അമ്മ ആദ്യം പരിചയപ്പെടുന്നു, അമ്മ ലോകത്തെ പരിചയപ്പെടുന്നു, അപ്പനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അമ്മയാണ് കൊച്ചിന് ഉള്ള എല്ലാ റെഫറൻസും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സാന്നിധ്യം കൊടുക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ ഫെയ്ത്ത് ഫോർമേഷനൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ അമ്മമാരും ഈ സമയം വളരെ പ്രത്യേകമായിട്ട് കരുതണം. അമ്മ ശരിക്കും ഒരു മരത്തിൻ്റെ ഒരു ഉദാഹരണം വെച്ച് പറയാം. ഒരു മരം അതിൻ്റെ വേരുപയോഗിച്ച് ചുറ്റുമുള്ള എല്ലാ സ്ഥലത്തും വെള്ളവും വലവും എല്ലാം വലിച്ചെടുത്തിട്ട് ഓരോ ശിഖരത്തിലേക്ക്, ശിഖരങ്ങളാണ് കുഞ്ഞുങ്ങൾ, ആ ഓരോ ബ്രാഞ്ചസിലേക്ക് കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു പ്രായത്തിൽ അമ്മ കൊടുക്കേണ്ടത്. കുഞ്ഞിന് ഓരോ ആവശ്യങ്ങളും സ്വീകരിച്ച് കുഞ്ഞിന് കൊടുക്കുന്നു, ഓരോന്നും സ്വീകരിച്ച് കുഞ്ഞിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു ഫിസിക്കൽ പ്രസൻസ്, നമ്മൾ സാധാരണ ഒരു പേരൻറ്റിങ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ക്വാളിറ്റി ടൈമും ക്വാണ്ടിറ്റി ടൈമും പറയാറുണ്ടല്ലോ. അതായത് ഏറ്റവും ഗുണപരമായ സമയം കൊടുക്കേണ്ടതും ഏറ്റവും സമയം കൃത്യമായിട്ട് കൊടുക്കേണ്ട സമയം. ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ ക്വാളിറ്റി ടൈമും വേണം, ക്വാണ്ടിറ്റി ടൈമും വേണം. അമ്മയുടെ ഫിസിക്കൽ പ്രസൻസും മസ്റ്റാണ് അറ്റ് ദ മോസ്റ്റ്. ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട സമയം. ശരിക്കും നമ്മൾ ഇപ്പോൾ ISL ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ. നമ്മുടെ ഷൈജു ദാമോദരൻ്റെ റണ്ണിങ് കമൻട്രി കേട്ടില്ല, നോക്കൂ കാണുക അത്ഭുതം എന്നൊക്കെ പറയും, നമ്മളെയൊക്കെ കുതിപ്പിക്കുന്ന രീതിയിൽ ആ കളിയിലേക്ക് അങ്ങ് വലിച്ചടിപ്പിക്കുന്ന സമയം. അതുപോലാണ് ഒരു അമ്മ ഒരു റണ്ണിങ് കമൻട്രി കൊടുത്തിട്ടുണ്ടല്ലോ. കുഞ്ഞിനെ ഈ ലോകം മുഴുവൻ കൊതിയോട് അവതരിപ്പിക്കേണ്ട, സ്നേഹത്തോട് അവതരിപ്പിക്കേണ്ട, ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ട വലിയൊരു പ്രത്യേക ഒരു കാലഘട്ടമാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഇയേഴ്സ്, ഈ 3 വർഷങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ക്വാളിറ്റി ടൈമും ക്വാണ്ടിറ്റി ടൈമും കൊടുക്കണമെങ്കിൽ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുള്ളത്, അമ്മായിയപ്പൻ ഇൻലോസിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. കാരണം അവർ ഈ അമ്മേനെ മാക്സിമം ഫ്രീ ആക്കി മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അമ്മയ്ക്ക് കുഞ്ഞിനോടൊപ്പം തന്നെ ഇരിക്കാനും കളിക്കാനും ഉറങ്ങാനും ഭക്ഷണം കൊടുക്കാനുമുള്ള നല്ലൊരു സമയം കൊടുക്കാൻ പറ്റണമെങ്കിൽ ബാക്കി ഫാമിലി കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കി ഫാമിലി കൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചുരുങ്ങണം. അവർ കൂടുതൽ ഉത്തരവാദിത്തം എടുക്കണം. അതുകൊണ്ട് ഞാൻ ഈ സമയം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളാണ് ഭാര്യയ്ക്ക് വേണ്ടി അല്ലെ അമ്മയ്ക്ക് വേണ്ടി കുഞ്ഞിനെ അവൈലബിൾ ആക്കാൻ വേണ്ടിയുള്ള സകല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയുള്ള ചില കുഞ്ഞു കുഞ്ഞു നിർദ്ദേശങ്ങൾ ഒന്ന് പങ്കുവെക്കാമെന്ന് തോന്നുന്നു. ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയൊരു നിർദ്ദേശം, പലപ്പോഴും പല സ്ത്രീകളും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഈ പ്രഗ്നൻസി ലീവ് എടുക്കുമല്ലോ. പ്രഗ്നൻസി ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഇത്ര മാസമൊക്കെ മെറ്റേണിറ്റി ലീവൊക്കെ അനുവദിക്കുമല്ലോ. അത് പ്രഗ്നൻസിയുടെ മാക്സിമം കാലത്തോളം ഓഫീസിൽ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവർ പോയിട്ട് ഡെലിവറിക്ക് ശേഷം അത് മാക്സിമത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അതായത് ആദ്യം ലീവ് കുറച്ചെടുത്തിട്ട്, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല കേട്ടോ, പക്ഷേ മജോറിറ്റി കുറേ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വളരെ പ്രാക്ടിക്കലായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഡെലിവറിക്ക് ശേഷം മാക്സിമം ലീവ് എടുക്കാനുള്ള, അതപ്പോൾ കുഞ്ഞിനോടൊപ്പം കുറേ നേരം ആവാൻ പറ്റും അമ്മയ്ക്ക് കൂടുതൽ സമയത്ത്. അതുപോലെ തന്നെ കുറേ ചെറുപ്പക്കാരായ നല്ല ജോലിയൊക്കെ ഉള്ള ആൾക്കാർ ചെയ്തൊരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, അവർ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചു. ഭർത്താവുമായിട്ടും കുടുംബമായിട്ടൊക്കെ ആലോചിച്ചിട്ട്, അതിനൊക്കെ വലിയ ദൈവത്തോടൊപ്പം ആലോചിച്ചിട്ട്, ദൈവത്തോട് തീരുമാനം ആലോചിച്ചിട്ട് ജോലി തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം കുഞ്ഞിനോടൊപ്പം കുറേ നാളായിരിക്കും. ഇത് ബ്രേക്ക് എടുക്കാൻ, ഇതൊന്നും എല്ലാവർക്കും പ്രാക്ടിക്കലായ കാര്യമല്ല കേട്ടോ. ഞാനത് ചെയ്യണമെന്ന് ഉറപ്പായിട്ട് പറയുന്നതല്ല. പക്ഷേ പ്രത്യേകിച്ച് അമ്മമാർക്ക് സാധിക്കുമെങ്കിൽ, കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് സമയം ഇതാണ് കുഞ്ഞിന് വേണ്ടി. ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടോ വീട്ടിലെ പ്രാരാബ്ധങ്ങളോ ഒക്കെ കൊണ്ട് പല അമ്മമാരും കുഞ്ഞിന് ജന്മം കൊടുത്ത ശേഷം എത്രയും പെട്ടെന്ന് വിദേശത്തേക്കൊക്കെ പോകും. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജോലിയുടെ ബ്രേക്കൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും. അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു കുഞ്ഞു കാര്യം ഇതാണ്. ചിലവർക്കൊക്കെ ഈ കുഞ്ഞു പൊടിയായിരിക്കും എന്നിട്ട് ജോലിക്ക് പോകേണ്ട സമയം വരും. പക്ഷേ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം മാക്സിമം കുഞ്ഞിലേക്ക് മാത്രം ഒതുങ്ങാൻ.
അതായത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ ലോകം, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ലോകം, സിനിമ സീരിയലുകളുടെ ലോകം, ബാക്കി കൂട്ടുകെട്ട് ലോകം, അതൊക്കെ ഒന്ന് കുറച്ചിട്ട് കുഞ്ഞിലേക്ക് മാത്രം നിങ്ങളുടെ ലോകത്ത് ചുരുക്കാൻ. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, പ്രധാനപ്പെട്ട റോൾ എടുക്കേണ്ടത് ഇൻലോസും അതുപോലെ തന്നെ ഭർത്താവുമാണ്. അമ്മയ്ക്ക് ബാക്കി ലോകങ്ങളെ ചുരുക്കാനുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കേണ്ടത് ഇൻലോസും അതുപോലെ തന്നെ ഭർത്താവും തന്നെയാണ്. അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അതും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ റെലവൻ്റ് ആണ്, ഇച്ചിരി പ്രാക്ടിക്കലാകാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും എല്ലാം രണ്ടുപേരും ജോലിക്കാരായിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒന്ന് പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെ വളർത്താൻ ശ്രമിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കളെ ഏൽപ്പിച്ച് നിങ്ങൾ ജോലിക്ക് പോകരുത്. നിങ്ങൾ വിദേശത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളായിരിക്കും. അത് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇന്ന് വലിയൊരു പാതകമാണ്. ഞാൻ നിങ്ങളുടെ നിസ്സഹായാവസ്ഥ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ സത്യം നമ്മൾ പറയണമല്ലോ, ഒത്തിരി അധികം പഠനങ്ങൾ ഈ കാലഘട്ടത്തിൽ തെളിയിക്കുന്നുണ്ട്, റിസർച്ചുകൾ തെളിയിക്കുന്നുണ്ട്. മാതാപിതാക്കളോട് ഒപ്പം വളരുന്ന കുഞ്ഞുങ്ങളും അവരില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മാതാപിതാക്കളോടൊപ്പം വളരുന്ന കുഞ്ഞുങ്ങൾ കൂടുതൽ ആക്റ്റീവാണ്, അവർ കൂടുതൽ പ്രൊട്ടക്റ്റീവാണ്, ഇൻ്റലിജൻസ് വ്യത്യാസമുണ്ട്, ഇമോഷണൽ കാര്യങ്ങൾ കൂടുതൽ സ്റ്റേബിളാണ്. പക്ഷേ മാതാപിതാക്കൾ കൂടെ ഇല്ലാതെ ഗ്രാൻഡ് പേരൻസിനൊപ്പം വളരുന്ന പിള്ളേർക്ക് കുറേ കുറവുകൾ. കാരണം വളരെ എവിഡൻ്റ് ആണ് കാരണങ്ങൾ. ഒന്നാമതായിട്ട് ഈ ഗ്രാൻഡ് പേരൻസിന് മൊബിലിറ്റി കുറവാണല്ലോ. അവരെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വലിയ വീടൊക്കെ ആണെങ്കിൽ വീടിൻ്റെ പല മുറികളെ അടച്ചിട്ടേക്കും. കാരണം കൊച്ചെല്ലായിടത്തും കയറി ഇറങ്ങി തരിപിറക്കിയും തപ്പിയും നടക്കത്തില്ലല്ലോ. ഇവർക്ക് പുറകെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ അവർ കൊച്ചിനെ ലിമിറ്റ് ചെയ്യുകയാണ്. കൊച്ചിന് പുറത്തേക്ക് ഓടുന്ന ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവർക്ക് കേട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇവർ കുഞ്ഞിനെ കൊണ്ടുപോകത്തില്ല. പല സ്ഥലങ്ങളിലും കുഞ്ഞിനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. കുഞ്ഞിന് കുറേ ലഭിക്കുകയാണ്. കുഞ്ഞിന് വളർച്ചയുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ ഒത്തിരി വളർച്ചയും എനർജിയുള്ള സമയം കുഞ്ഞ് ഭയങ്കരമായിട്ട് ലിമിറ്റഡായി കുഞ്ഞ് താഴേക്ക് കുഞ്ഞിൻ്റെ പ്രൊഫൈൽ ഇടിഞ്ഞു പോവുകയാണ് ആദ്യമേ തന്നെ. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രശ്നം ഇതാണ്, ഈ ഗ്രാൻഡ് പേരൻസിനെ വളർത്തുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് നമുക്കറിയാമല്ലോ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ ഒത്തിരി പണികൾക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പലപ്പോഴും വൈകുന്നേരമൊക്കെ ടി വി ഒക്കെ വെച്ച് സീരിയലൊക്കെ കണ്ട് സിനിമയൊക്കെ കണ്ടങ്ങിയിരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു തഴക്കമാകും. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ക്യാരക്ടേഴ്സും അവരുടെ സിനിമയിലെ കാര്യങ്ങൾ, സീരിയലിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ കൂടുതൽ സമയം ടി വിക്ക് മുമ്പിലിരുന്ന് കുഞ്ഞുങ്ങൾ പോകും. അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന് ഓടി നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും? പിള്ളേർക്ക് മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കും. കാരണം പിടിച്ചിരുത്തണമല്ലോ, അവർക്കും പറ്റുന്നില്ലല്ലോ. അവർ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് കേട്ടോ, അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ പേരൻസ് ഒരു കാര്യം ശ്രദ്ധിക്കണം, സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെ വളർത്തുക. നിങ്ങൾ ഗ്രാൻഡ് പേരൻസിനെ വയ്ക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബാല്യം നിങ്ങൾ വല്ലാതെ ലിമിറ്റ് ചെയ്ത് അവരുടെ ആരോഗ്യത്തെ അവരുടെ വളർച്ചയൊക്കെ നമ്മൾ മുരടിപ്പിച്ച് കളയുകയാണ്. ഞാൻ എന്തായാലും മൊബൈൽ ഫോണിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് ആ ഒരു ഭാഗം ഒന്നുകൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുഞ്ഞുനാളിൽ പിള്ളേർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നതിനെ പറ്റി പഠനം പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സ്ലോ പോയിസൺ കൊടുക്കുന്നതാണ്. സ്ലോ പോയിസൺ ടൈം അറിയാമല്ലോ, നമ്മൾ ഒറ്റയടിക്ക് പോയിസൺ കഴിച്ച ആൾക്കാർ മരിക്കും. പക്ഷേ ചില സ്ലോ പോയിസൺ ഉണ്ട്. അത് ചിലപ്പോൾ എടുത്താൽ ചിലപ്പോൾ 2 വർഷം 3 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും പല സ്റ്റേജായിട്ട് മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോരോ അവയവങ്ങൾ പതുക്കെ ചത്തി പോയിക്കൊണ്ടിരിക്കും. ഈ മൊബൈൽ ഫോൺ സ്ലോ പോയിസൺ ആണെന്ന് പറയുന്നത് പിള്ളേർക്ക്. കാരണം അവരുടെ വളർച്ചയുടെ ലോകത്തെയും അവരുടെ പല എനർജികളെയും ഇത് പതുക്കെ കുറച്ച് അവരെ ചെറുതാക്കി കൊണ്ടുവന്ന് പതുക്കെ അവർ കൊല്ലും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സ്ലോ പോയിസൺ കൊടുക്കണമോ? അവരുടെ വലിയ ലോകത്തെ, വലിയ സമ്പന്നമായ ലോകത്തെ നമ്മളിങ്ങനെ ബാല്യത്തിന് തകർത്ത് കളയണമോ? നിങ്ങളുടെ മക്കളുടെയോ അത് നിങ്ങളുടെ പേരൻസിൻ്റെ റീപ്ലേസ്മെൻ്റ് അല്ല ഒരു ഗാഡ്ജറ്റ്സും. അതാദ്യം മനസ്സിലാക്കിയിരിക്കുക. അവസാനമായിട്ട് ഒരു കുഞ്ഞ് സജഷൻ ഇതാണ്, പ്രത്യേകിച്ച് അമ്മമാരെ, നിങ്ങളുടെ റോളിനെ പറ്റിയാണ് സംസാരിച്ചത്. പറ്റുന്ന എല്ലായിടത്തേക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോകണം അങ്ങോട്ട് ഈ ബാല്യത്തിൽ. കാരണം നിങ്ങളാണ് ഈ ലോകത്തെ മുഴുവൻ പരിചയപ്പെടുന്നതിന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ലോകം മുഴുവൻ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കണം. ഒരു റണ്ണിങ് കമൻട്രി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒത്തിരി അസൗകര്യങ്ങളുണ്ടെങ്കിലും സാധിക്കുന്ന എല്ലായിടത്തേക്കും പറ്റുമെന്ന പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക, പരിചയപ്പെടുത്തുക. അവർ ഈ ലോകം മനോഹരമാണെന്ന് ഏറ്റവും ബാല്യത്തിൽ അറിയട്ടെ. നമ്മുടെ പള്ളി മനോഹരമാണെന്ന് ബാല്യത്തിൽ അറിയട്ടെ. നമ്മുടെ ബന്ധുജനങ്ങളെയൊക്കെ അവർ ബാല്യത്തിൽ നിന്ന് പരിചയപ്പെടട്ടെ. ചുറ്റുപാടുകളെ, അയൽപക്കങ്ങളെ, ഗ്രാമത്തെ, പുഴയെ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ബാല്യത്തിൽ തന്നെ അറിഞ്ഞ് അനുഭവിക്കപ്പെടട്ടെ. അവസാനമായിട്ട് നിസ്സഹായാവസ്ഥയുള്ള ഒത്തിരി അമ്മമാരുണ്ടല്ലോ, ജോലിക്ക് പോകുന്നവർ, വിദേശത്തൊക്കെ ആയിരിക്കുന്നവർ, മക്കളെ വേണ്ട വിധം സംരക്ഷിക്കാനും താല്പര്യമുണ്ടെങ്കിലും പറ്റാത്തവർ, അവർക്കുള്ള ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരു ആശ്വാസം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം ഈശോയുടെ മരണമോ ഉത്ഥാനമോ ഒന്നുമല്ല, പീഡനങ്ങളൊന്നുമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈശോയുടെ ബാല്യം കാണിക്കുന്ന അവസ്ഥയുണ്ട്. ഈശോ കുഞ്ഞായിരിക്കുമ്പോൾ ഓടിച്ചാടി വന്നിട്ട് ഒരു മരക്കുറ്റിയിൽ തട്ടി വീഴുന്ന സീനുണ്ട്. ഒരു ചെറിയൊരു വേലിക്കെട്ടി തട്ടി. അപ്പോൾ കരഞ്ഞു തുടങ്ങുമ്പോൾ മാതാവ് ഓടി വന്നിട്ട് ഉണ്ണി വാരി എടുത്തിട്ട് പറയുന്നു, മൈ ഡിയർ സൺ, ഐ ആം വെരി നിയർ ടു യു. മൈ സൺ, ഐ ആം വെരി നിയർ ടു യു. ഞാൻ നിൻ്റെ തൊട്ടടുത്തുണ്ട്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും ബാല്യത്തിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമലക്കിടത്തിൽ പ്രതിഷ്ഠിക്കുക. അമ്മയ്ക്ക് അടിമ വയ്ക്കുക. ഏറ്റവും നല്ല ഉദാഹരണം ചാവറപ്പിതാവാണ്. ചാവറപ്പിതാവിനെ ബാല്യത്തിൽ തന്നെ ചാവറപ്പിതാവിൻ്റെ അമ്മ കൊണ്ട് വെച്ചൂപ്പള്ളിയിൽ മുത്തിയമ്മയ്ക്ക് അടിമ വെച്ചൊരു സംഭവം. ചാവറച്ചൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിളക്കമാർന്ന എല്ലാ വലിയ കാര്യങ്ങളും ചെയ്യാനും എനിക്ക് അടിസ്ഥാനമായത് അമ്മയ്ക്ക് എന്നെ അടിമ വെച്ചതാണുള്ളത്. പ്രിയപ്പെട്ട എൻ്റെ അമ്മമാരെ,
നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കും. ഏറ്റവും ബാല്യത്തിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാതാവിൻ്റെ ബിംബലഗ്രഹത്തിന് അടിമ വയ്ക്കുക. അപ്പോൾ അമ്മ, പരിശുദ്ധ അമ്മ, ഏറ്റവും നല്ല ഈ ഭൂമിയിലെ അമ്മ നിങ്ങളെ എങ്ങനെ മക്കളെ വളർത്തിക്കൊണ്ട് വരണമെന്ന്, മക്കൾക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന്, ഈ പ്രായത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അമ്മയല്ലേ നമ്മുടെ എല്ലാവരുടെയും മാതൃകയും ഏറ്റവും നല്ല അമ്മയും. പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നീ സമ്മാനമായി ഞങ്ങൾക്ക് തന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാതൃത്വം എന്ന വലിയ ഒരു ദാനത്തെ, ഒരു സമ്മാനത്തെ ഒരു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു അമ്മയാവാൻ, മക്കൾക്ക് സ്വർഗത്തെ കാട്ടിക്കൊടുക്കുന്ന, ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന, കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന മാതൃകയുള്ള, സ്നേഹമുള്ള, വിശുദ്ധിയുള്ളൊരു അമ്മയാവാൻ ഞങ്ങളുടെ എല്ലാ അമ്മമാരെ സഹായിക്കണമേ. അതിനെ സഹായിക്കാൻ എല്ലാ ഭർത്താക്കന്മാർക്കും വലിയ വെട്ടം കൊടുക്കണമേ. കുടുംബത്തിന് മുഴുവൻ അമ്മയെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കാനുള്ള ഒരു വലിയ കൃപ കൊടുക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മേ, ഈ നിമിഷം ഈ ഭൂമിയിലുള്ള സകല അമ്മമാർക്കും വേണ്ടി പ്രത്യേകമായിട്ട് സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ബ്യൂട്ടിഫുൾ തോട്ട്സ് ആയിരുന്നു ഇന്ന് ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്തത്. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു ചേച്ചി.